സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് നല്ലൊരു ഡെസേർട്ട് ഉണ്ടാക്കാം. ഇത് കഴിക്കുമ്പോൾ ചക്കക്കുരു ആണെന്ന് ആരും പറയില്ല. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുക്കാം. വെള്ളത്തോല് പൊളിച്ച ശേഷം ചെറുതായി മുറിച്ച് കഴുകിയെടുക്കാം. ഉണങ്ങിയ ചക്കക്കുരുവാണ് ഇതിന് ഏറ്റവും നല്ലത്. അതിന് ഒരു മധുരമുണ്ടാകും. ഇനി ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു കഴിക്കാത്ത കുട്ടികൾക്കായി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. പത്ത് ചക്കക്കുരു എടുത്ത് അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇത് ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ ചക്കക്കുരുവാണെന്ന് ആരും പറയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ധാരാളമായി കിട്ടുന്ന ചക്കക്കുരു എന്തിന് വലിച്ചെറിയണം? ചക്കക്കുരു കൊണ്ട് നിങ്ങളിങ്ങനെ ഓരോരുത്തരും ഓരോന്നായി ഉണ്ടാക്കി നോക്കൂ. ചക്കക്കുരുവിൻ്റെ ഗുണങ്ങൾ വളരെ ഏറെയാണ്. ഇങ്ങനെ ഓരോന്നുണ്ടാക്കി കഴിക്കുമ്പോൾ ചക്കക്കുരുവിൻ്റെ സ്വാദ് മനസ്സിലായാൽ ആരും ചക്കക്കുരു ഇനി വലിച്ചെറിയില്ല. ചക്കക്കുരു ഉണക്കി വെച്ചാലും കേടുവരില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ മതി. പോഷകസമൃദ്ധമായ ഈ ചക്കക്കുരു നമുക്കിനി കളയാതെ നോക്കാം. ഇതുണ്ടാക്കാൻ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും. ഒരു ടീസ്പൂൺ എസൻസും 1/4 കപ്പ് പഞ്ചസാരയും വേണം. നല്ല മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. രണ്ടര ഗ്ലാസ് പാലും 2 ടീസ്പൂൺ കൊക്കോ പൊടിയുമാണ് വേണ്ടത്. ചക്കക്കുരു നല്ലതുപോലെ വെന്തിരിക്കണം. ചക്കക്കുരു കൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇങ്ങനെ കുട്ടികൾക്കായി പലതരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ.
അവർക്ക് ഇഷ്ടപ്പെടും. അവർക്ക് ചക്കക്കുരുവിനോട് വെറുപ്പൊന്നും ഉണ്ടാവില്ല. അത് ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ സ്വാദിലായിരിക്കും അവർ വേണ്ട എന്ന് പറയുന്നത്. ഞാൻ 10 ചക്കക്കുരുവാണ് വേവിച്ചെടുത്തത്. പഞ്ചസാര വേണ്ടാത്തവരാണെങ്കിൽ തേൻ ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ലാത്തത് കൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഒന്ന് ഇതുണ്ടാക്കി നോക്കണം. കേരളത്തിലായതുകൊണ്ട് ചക്കക്കുരുവിന് ഒരു ക്ഷാമവുമില്ല. അടിച്ചെടുക്കാനാണെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചെടുക്കുക മാത്രമേ വേണ്ടൂ. അരിക്കുകയൊന്നും വേണ്ട. ഇനി നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കക്കുരുവാണെന്ന് കരുതി ആരും വലിച്ചെറിയരുത്. ഒന്നര ഗ്ലാസ് പാലെടുത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയ പാലിലേക്ക് അരച്ച ചക്കക്കുരു ഒഴിച്ചു കൊടുക്കാം. അരയ്ക്കാൻ വേണ്ടി 1 ഗ്ലാസ് പാലാണ് എടുക്കേണ്ടത്. നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലോർ പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാൽ കപ്പ് പാലെടുത്ത് അതിലാണ് കോൺഫ്ലോർ കലക്കേണ്ടത്.
അത് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരമുണ്ടോ എന്ന് നോക്കിയ ശേഷമാണ് ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്യുമ്പോൾ അധികം കുറുകിപ്പോകരുത്. നിങ്ങൾക്ക് ഇത് കുടിക്കുമ്പോൾ നട്ട്സ് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും നട്ട്സ് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കുടിക്കുമ്പോൾ മാത്രം ഇടുന്നതാണ് സ്വാദ് കൂടുതൽ ഉണ്ടാവുക. നിങ്ങളും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.